ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്കൊരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ? ഗ്രേപ്പ് ജ്യൂസ് നമ്മളൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഗ്രേപ്പിൻ്റെ കംപ്ലീറ്റ് പൾപ്പും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു ടിപ്പോടുകൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനിതൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് തോന്നി. പിന്നെ എൻ്റെ ഒരു ഫേവററ്റ് ഡ്രിങ്കാണ് ഗ്രേപ്പ് ജ്യൂസ്. പക്ഷേ ഗ്രേപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഉടനെ ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായി വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ അതിൽ ഒരുപാട് വിഷാംശമുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ബോഡിയിലേക്ക് എത്തരുത്. അപ്പോൾ വാഷിങ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി വാഷ് ചെയ്തിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നല്ല പൾപ്പി ആയിട്ടുള്ള ഗ്രേപ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം എടുത്ത് രുചിച്ച് നോക്കിയപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു, അത് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഇതുപോലെ ആദ്യം സെപ്പറേറ്റ് ആക്കി എടുക്കുക. അത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് കുതിർത്ത് വെച്ച് ഓരോ ബഞ്ചും നമ്മൾ ഒരു മണിക്കൂറിലൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ സൈഡും ക്ലീനായി എന്ന് വെച്ച് നന്നായി വെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ട് വേണം നമ്മൾ ഈ ഞെട്ടൊക്കെ മാറ്റാൻ. അതിനുശേഷം ഞാൻ അതിലേക്ക് ബ്രൗൺ ഷുഗറാണ് ഇട്ടിട്ടുള്ളത്. ബ്രൗൺ ഷുഗറിൽ നോർമൽ ഷുഗറിനേക്കാളും ഡയറ്ററി ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അത് ഓപ്ഷനാണ്. അല്ല നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണെങ്കിൽ മധുരം അധികം വേണ്ടാത്തവർക്ക് ആ ഷുഗർ ആഡ് ചെയ്യുന്ന ആ സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതുപോലെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗ്രേപ്സ് എല്ലാം അതിൻ്റെ തോലൊന്ന് പൊട്ടി ഇങ്ങനെ മാറി വരിക. ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി വന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ തണുക്കാൻ വെക്കുകയാണ് റൂം ടെമ്പറേച്ചറിൽ. അതിന് ശേഷം ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. കുരുവൊന്നും പൊട്ടി ഇതാവൊന്നുമില്ല. 1-2 പ്രാവശ്യം അടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ നല്ല സെപ്പറേറ്റ് ആയിട്ട് ആ പൾപ്പൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക്. എന്നിട്ട് വേണമെങ്കിൽ അത് നമ്മൾ അരിച്ചെടുത്ത് ആ ചണ്ടി ഒന്നുകൂടെ വെള്ളത്തിൽ ഒന്നുകൂടെ മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞ് കംപ്ലീറ്റ് അതിൻ്റെ ജ്യൂസ് കിട്ടും. തോലും കുരുവും മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ തരത്തിൽ ഉണ്ടാക്കി വെച്ച ഗ്രേപ്പ് ജ്യൂസ് അധികം വല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ പുളിച്ചും ചീത്തയാവുമൊന്നുമില്ല. ഫ്രിഡ്ജിൽ നമുക്ക് 2-3 ദിവസമൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ഈ ജ്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.